യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? എങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്ക് അഭിഷേകം നേടാനായി പറ്റും? എങ്ങനെ പുതിയ മനുഷ്യരായി മാറാൻ പറ്റും? തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത്. ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം കൊണ്ടുവരാം. ഒരു നേർച്ച പോലെ സമർപ്പിക്കാം. ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ദൈവമേ, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവെ, അങ്ങ് എന്നിൽ നിറഞ്ഞ് എൻ്റെ സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ, എൻ്റെ ചില ആവശ്യങ്ങളെല്ലാം അത്ഭുതകരമായി സാധിച്ചു തരണമേ എന്ന് നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാന പ്രസംഗത്തിലേക്ക് കടന്ന് വരാം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. പഴയ നിയമത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പം, അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ളതിനേക്കാൾ വളരെ പൂർണ്ണതയുള്ള പരിശുദ്ധാത്മ പഠനങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കണ്ടെത്താനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഴയ നിയമം അധികമായി പറയുന്നത് വ്യക്തികളിൽ വന്ന് നിറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ചൈതന്യമായി, ശക്തിയായി ഒക്കെയാണ് പഴയ നിയമം അധികമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പിതാവിനെ പോലെ പുത്രനെ പോലെ തന്നെ വ്യക്തിയാണ്. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പിതാവിന് സമനാണ്, പുത്രനായ ദൈവത്തിന് സമനാണ്, വ്യക്തിയാണ്, ദൈവമാണ് എന്നെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പുതിയ നിയമം പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1:8 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പറഞ്ഞ ഒരു പ്രസംഗം നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു: ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, യേശുവും പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. മർക്കോസ് 1:8. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി. പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ പ്രവാചകന്മാരും പശ്ചാത്താപത്തെക്കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം ആൾക്കാരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നദിയിൽ മുക്കിയോ നദിയിൽ നിന്ന് വെള്ളം കോരി അവരുടെ മേൽ ഒഴിച്ചോ എല്ലാം അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അനുതാപത്തിൻ്റെ സ്നാനമെന്നാണ് അതിനെ വിളിച്ചിരുന്നത്. യോഹന്നാൻ്റെ സ്നാനവും അനുതാപത്തിൻ്റെ സ്നാനമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ വെറുതെ ഒരു ആചാരം പോലെ വരിയിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനായി വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു: നിങ്ങൾ എന്തിനാണ് അനുദപിക്കാതെ ഇങ്ങനെ സ്നാനം സ്വീകരിക്കുന്നത്? നിങ്ങൾ അനുദപിച്ചിട്ടില്ല, അനുതാപത്തിൻ്റെ പ്രവൃത്തികളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല, ജീവിതം നവീകരിക്കാനും തീരുമാനമെടുത്തിട്ടില്ല, നിങ്ങൾ വെറുതെ ഒരു ആചാരത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ വരുന്നവരാണ്. ഇങ്ങനെ ചിന്തയുള്ള ധാരാളം പേരുണ്ട്. അവരുടെ മനസ്സിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ വിചാരം ഈ ആചാരം അവരുടെ മേൽ നടക്കുമ്പോൾ അവർക്ക് വ്യത്യാസമുണ്ടാകും, അവർക്ക് പുണ്യമുണ്ടാകും, അവരുടെ തിന്മകളുടെ മേലൊക്കെ ഈ ആചാരവും കൂടി കടന്നു വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകത അവർക്കുണ്ടാകും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അവരുടെ തീരുമാനമോ നന്മ ചെയ്യാനുള്ള ഒരു തീരുമാനമോ നന്നാകാനുള്ള ആഗ്രഹമോ ഒന്നും അവർക്കില്ല. എങ്കിലും അവർ ആചാരങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ടെന്ന് നമുക്കറിയാം. അവർ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ യാതൊരു കാര്യമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അവർ വളരെ നിഷ്ഠയോടുകൂടി പങ്കെടുക്കുന്നുണ്ട്, പള്ളിയിൽ പാട്ട് പാടുന്നുണ്ട്, നേർച്ചയിടുന്നുണ്ട്, പെരുന്നാളുകളിൽ അവർ കുടയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവർ വളരെ ഭക്തിയോടുകൂടിയാണ് പള്ളിയിൽ നിൽക്കുന്നത് ഒക്കെ ശരിയാണ്. പള്ളി വരുമ്പോൾ അവർ പ്രത്യേക രീതിയിലുള്ള ചില വസ്ത്രധാരണ രീതികളൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവരുടെ സ്വഭാവത്തിലോ ജീവിതത്തിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെയുള്ള ഒരു രീതി യോഹന്നാൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഫരിസേയരെക്കുറിച്ചൊക്കെ യേശുക്രിസ്തു പറയുന്ന ഈ രീതിയുമായി ബന്ധപ്പെട്ട് കൂടിയാണെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. ഏതായാലും യോഹന്നാൻ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്: നിങ്ങൾ എന്തിനാണ് അണലി സന്തതികളെ, നിങ്ങൾ പശ്ചാത്തപിക്കാതെ എന്തിനാണ് ഈ വെറുതെ ഒരു ഗോഷ്ഠി പോലെ എൻ്റെ സമയം കളയാനും നിങ്ങൾക്ക് യാതൊരു മെച്ചവുമില്ലാത്ത ഒരു ആചാരത്തിലേക്ക് നിങ്ങൾ വരുന്നത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം അനുതാപത്തിൻ്റെ സ്നാനമാണ്, പശ്ചാത്താപത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നതാണ്. ഇത് യോഹന്നാൻ മാത്രമല്ല, പഴയ നിയമത്തിലെ മിക്കവാറും പ്രവാചകന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ബൈബിളിലെ ഒരു സാധാരണ സംഭവം പോലെയാണ് ഇങ്ങനെയുള്ള സ്നാനം എന്ന രീതിയിൽ വേണം നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുക. മർക്കോസിന് സുവിശേഷം 1:8. എന്നാൽ യോഹന്നാൻ സ്നാനത്തെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് തരികയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണത് കിട്ടുകയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വെളിപാട് വഴിയാണ് കിട്ടുകയെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ കാര്യമൊന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല, ദൈവം എനിക്ക് വെളിപാട് വഴി തന്നതാണ് എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, വെള്ളം കൊണ്ടുള്ള സ്നാനം അനുതാപത്തിൻ്റെ സ്നാനമാണ്. എന്നാൽ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അവൻ യേശുക്രിസ്തു നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ സ്നാനപ്പെടുത്തുന്നത് ആരാണെന്നൊക്കെ സ്നാപകയോഹന്നാൻ പറയുകയാണ്. ബൈബിളിലെ പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ ആദ്യ സുവിശേഷകനാണ്, പ്രവാചകനാണ് സ്നാപകയോഹന്നാൻ. സ്നാപകയോഹന്നാനാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്നുള്ള പ്രയോഗം, ഭാഷാപ്രയോഗം നമുക്ക് തരിക. ഇന്ന് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ആധ്യാത്മികതയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെ, എല്ലാ ക്രിസ്ത്യാനികളും കത്തോലിക്കർക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുക, ആത്മാവിനാൽ വീണ്ടും ജനിക്കുക. ആരാണ് അങ്ങനെ ആത്മാവ് കൊണ്ട് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സ്നാപക യോഹന്നാനെ കൊണ്ടത് പറ്റുകയില്ല, വേറെ ആരെ കൊണ്ടും പറ്റുകയില്ല, ഒരു അപ്പസ്തോലനെ കൊണ്ടും പറ്റുകയില്ല. അത് ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. നാം ഇന്ന് മാമോദിസ സ്വീകരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. മാമോദിസയിൽ അത് ചെയ്യുന്നത് യേശുക്രിസ്തുവാണ്. അത് ചെയ്യുന്നത് യേശുക്രിസ്തു ആണ്. എല്ലാ കൂദാശകളിലും പ്രവർത്തിക്കുന്നത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ആണ് നമ്മെ ആത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുന്നതെന്ന് സ്നാപകയോഹന്നാൻ പറയുകയാണ്. അപ്പോൾ പുതിയൊരു സ്നാനം, ആത്മാവ് കൊണ്ടുള്ള സ്നാനം, പഴയ നിയമത്തിലെ സ്നാനമല്ല, പുതിയൊരു സ്നാനത്തെക്കുറിച്ച് ഒരു ആമുഖ പ്രസംഗം യോഹന്നാൻ നടത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 33-34, അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 33-34 വചനങ്ങൾ. ഇത് സ്നാപക യോഹന്നാൻ്റെ തന്നെ ഒരു പ്രസംഗമാണ്. അപ്പസ്തോലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. സ്നാപകൻ പറയുകയാണ്, ഞാൻ സ്നാപകനാണ്, അവനെ അറിഞ്ഞിരുന്നില്ല, യേശുക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് ഒന്നും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ പാടില്ല. മറിയത്തിൻ്റെ, എൻ്റെ ബന്ധുവായ, എൻ്റെ അമ്മയുടെ ബന്ധുവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മകനാണ്, യൗസേപ്പ് പിതാവാണ്, വളർത്തുപിതാവ്. ഇങ്ങനെയൊക്കെ സ്നാപക യോഹന്നാന് തീർച്ചയായിട്ടും അറിയാൻ പറ്റുമായിരിക്കും. എന്നാൽ ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതല്ല എന്ന് യോഹന്നാൻ പറയുകയാണ്. എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ, അപ്പോൾ ജലം കൊണ്ട് യോഹന്നാനെ സ്നാനം നൽകാൻ അയച്ചത് പിതാവായ ദൈവമാണ്. പ്രവാചകന്മാരെ അയക്കുന്നത് ദൈവമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അവർ തന്നെത്താൻ അങ്ങനെ വരുന്നതല്ല, ദൈവനാമത്തിൽ വരുന്നവരാണ്, ദൈവമാണ് അവരെ അയച്ചത്. അങ്ങനെ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് എന്താണ് പറഞ്ഞിരുന്നത്? ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നതായി നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നതായി നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. അപ്പോൾ സ്നാപക യോഹന്നാനോട് മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന അവസരത്തിലാകാം, ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം സംസാരിച്ചത് ഇതാണ്: നീ സ്നാനം നൽകുമ്പോൾ, ജലം കൊണ്ട് നീ മാമോദിസ മുക്കുന്ന അവസരത്തിൽ ഒരാൾ നിൻ്റെ അടുത്ത് വരും. അയാളെ നീ സ്നാനപ്പെടുത്തുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അയാളുടെ മേൽ വരും. അയാളൊരു പ്രത്യേക രീതിയിൽ ആത്മാവ് കൊണ്ട് നിറയും. സ്നാനപ്പെടുത്തുമ്പോഴോ സ്നാനത്തിന് ശേഷമോ സ്നാനവുമായി ബന്ധപ്പെടുത്തി എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് വായിച്ച് വരുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ജലത്തിൽ നിന്ന് സ്നാനപ്പെടുന്ന അവസരത്തിലല്ല യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് വ്യക്തതയിൽ ബൈബിൾ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്. നാം ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നാന മുഹൂർത്തം വായിച്ച് വരുന്ന ഘട്ടത്തിൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് ആരാണെന്ന് യോഹന്നാൻ എങ്ങനെയാണ് മനസ്സിലായെന്ന് പറയുകയാണ്. നീ സ്നാനം നൽകുമ്പോൾ ഒരാളുടെ മേൽ ആത്മാവ് ഇറങ്ങി വരും. അങ്ങനെ ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നുവോ അത് നീ കാണുന്നത്, നിനക്കത് കാണാനും പറ്റുമെന്നാണ് പറയുന്നത്.
അവനാകുന്നു പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് ഈ രീതിയിലൊന്നുമുള്ള അറിവ് ഞാൻ തന്നെ കണ്ടുപിടിച്ചതല്ല, പുസ്തകം വായിച്ച് കിട്ടിയതല്ല. എന്നെ സ്നാനം നൽകാനായിട്ട് അയച്ച പിതാവായ ദൈവമാണ് എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പുതിയ അറിവ് നൽകിയത്. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, ഞാനത് കണ്ടു. ഞാനിങ്ങനെ സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ ഞാനും തമ്മിൽ സംസാരിച്ചു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി. എന്നോട് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് പറ്റി. ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ യോഹന്നാൻ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ്. ഇത് ബൈബിളിലെ കാതലായൊരു പഠനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയാൻ പറ്റുകയില്ല. യേശുവിനെ കർത്താവാണെന്ന് ആദ്യമായി പറഞ്ഞത് ദാവീദാണെന്ന് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. പിന്നീട് സ്നാപകം പറയുന്നുണ്ട്, ദൈവപുത്രനാണ് യേശു എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അത് ഒരു വെളിപാട് വഴി, ഒരടയാളം വഴിയുള്ള വെളിപാടാണ്. നീ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വരും, അയാൾ നീ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ ഒരു അത്ഭുതമുണ്ടാകും, പരിശുദ്ധാത്മാവ് അയാളുടെ മേൽ എഴുന്നള്ളുവരും. അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും, ഇങ്ങനെ പുതിയൊരു സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ളൊരു സ്നാനമുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനെന്ന് നിനക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 33-34 വാക്യങ്ങളിലാണ് അത് പറയുക. യേശുക്രിസ്തു ആരാണ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമുക്കത് കണ്ടെത്താനായിട്ട് പറ്റും. യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. യേശുക്രിസ്തു ദൈവമാണ്, അതോടൊപ്പം തന്നെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നമുക്ക് പൂർണ്ണമായി നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. യേശുക്രിസ്തു കൈ ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം കൈ ഉയർത്തുന്നതാണ്, ഒരു മനുഷ്യൻ കൈ ഉയർത്തുന്നതാണ്. യേശുക്രിസ്തു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ സംസാരിക്കുന്നതാണ്, ദൈവം സംസാരിക്കുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു ഒരു സമയത്ത് 100% ദൈവവും 100% മനുഷ്യനുമാണ്. നെസ്തോറിയസ് മനസ്സിലാക്കിയതുപോലെ അത് രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രകൃതി, വ്യക്തിത്വം ദൈവിക വ്യക്തിയാണ്. പക്ഷേ യേശുക്രിസ്തുവിന് 2 സ്വഭാവങ്ങളുണ്ട്, മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും. അത് എപ്പോഴും യേശുക്രിസ്തുവിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ മാറി മാറി വരുന്നതല്ല, എപ്പോഴും യേശുക്രിസ്തുവിൽ അതുണ്ടായിരുന്നു എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ പഠനം. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 10:38. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനാണ് യേശുക്രിസ്തു. യേശു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 14 വരെ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു എങ്ങനെയാണ് പ്രലോഭനങ്ങളെ നേരിട്ടത്. ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന് പിശാചിൻ്റെ പ്രലോഭനങ്ങളെയൊക്കെ നേരിടാനായിട്ട് പറ്റുകയാണ്. അതുപോലെ ലൂക്ക 10:21 നാം യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു, നയിക്കപ്പെട്ടവനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനപ്പെടുത്തുക എന്നുള്ള പ്രയോഗം സ്നാപക യോഹന്നാനാണ് ആദ്യമായി ഉപയോഗിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് ലൂക്കായുടെ സുവിശേഷം 3:21 പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേയെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 1 പത്രോസ് 3:21 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്ത് ആണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഭാഗങ്ങൾ, സുവിശേഷത്തിലെ സിനോപ്റ്റിക് ഗോസ്പലിൽ പറയുന്ന, സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്ന ഭാഗങ്ങൾ നാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് നാം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അത് വ്യക്തതയിൽ നമുക്ക് മനസ്സിലാകുക. യേശു വെള്ളത്തിലിറങ്ങി നിന്ന് സ്നാനപ്പെടുന്നുണ്ട്. യോഹന്നാനും യേശു ക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണമുണ്ട്. യോഹന്നാൻ പറഞ്ഞു, എന്തിനാണ് ഈ സ്നാനം? അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഇത് താങ്കൾക്ക് നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരാൾ വരും, ആ വ്യക്തി സ്നാനപ്പെടുമ്പോൾ
ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ആ നടത്തിപ്പ് നിറവേറാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് യേശു പറയുന്നുണ്ട്. താങ്കൾക്ക് എന്നെക്കുറിച്ചുള്ളൊരു വെളിപാടൊരു പ്രത്യേക രീതിയിൽ കിട്ടുമെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ദൈവനിയോഗപ്രകാരം ചെയ്യുന്നതാണ്, എനിക്കതിൻ്റെ ആവശ്യം ഉണ്ട് എന്ന രീതിയിലല്ല, ദൈവത്തിന് ചില സന്ദേശങ്ങൾ പറയാൻ വേണ്ടി അത് ആവശ്യമാണെന്ന രീതിയിലാണ് യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് യേശുവും യോഹന്നാനും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. 1 പത്രോസ് 3:21 പറയുന്നുണ്ട്, സ്നാനമെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ശരീരം കഴുകുന്നതല്ലല്ലോ, ആരെങ്കിലും നദിയിൽ ഇറങ്ങി നന്നായി കുളിക്കുന്നതോ വെള്ളം കൊണ്ട് ശരീരം മുഴുവനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ മുഖമോ ഒക്കെ കഴുകുന്നതല്ലല്ലോ. ശുദ്ധമായ മനസാക്ഷിക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണല്ലോ സ്നാനമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ഒരു നിർവചനം വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ തരികയാണ്, ശുദ്ധമായ മനസാക്ഷിക്ക് വേണ്ടി. അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന ചിന്തയിൽ നിന്ന്, ആലോചനകളിൽ നിന്ന്, മനസാക്ഷിയുടെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനം ലഭിക്കാൻ വേണ്ടി, നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയുടെ പക്ഷം ചേരുന്ന ഒരു മനസാക്ഷി ലഭിക്കാൻ വേണ്ടി, മനസാക്ഷിയുടെ പ്രത്യേക കഴിവ്, മനസാക്ഷിയുടെ സ്വരത്തെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു കൃപ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരാളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് സ്നാനമെന്ന് പറയുകയാണ്. വെള്ളവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. യേശുക്രിസ്തു വെള്ളത്തിൽ നിന്ന് യോഹന്നാനിൽ സ്നാനപ്പെട്ട അവസരത്തിലാണോ ആത്മാവ് കൊണ്ട് നിറഞ്ഞത് എന്ന് നാം പരിശോധിക്കുന്നതല്ലാണ്. ചില ആളുകളെങ്കിലും ചിലപ്പോൾ കത്തോലിക്കരായ ആളുകളുടെ അടുത്ത് വന്ന് പറയും, കത്തോലിക്ക സഭയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്നാനം നൽകുന്നുണ്ട്. ചില പള്ളികളിലെങ്കിലും വലിയ ടാങ്കിലൊക്കെ വെള്ളം നിറച്ച ആൾക്കാരെ മുക്കിയെടുക്കുന്ന രീതിയുണ്ട്. ചില പള്ളികളിൽ കുട്ടികളെ സ്നാനപ്പെടുത്തുന്നത് പോലും അങ്ങനെയാണ്, അവരെ ശരീരം മുഴുവൻ എന്നതുപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. മറ്റ് ചില പള്ളികളിലും കത്തോലിക്ക സഭയുടെ തന്നെ വേറെ ചില പാരമ്പര്യമനുസരിച്ച് തലയിൽ മാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്നുള്ളത് നിറയെ വെള്ളം, നദിയിലെ വെള്ളം, ഇതിനേക്കാളൊക്കെ അധികമായിട്ട് വെള്ളം ഒരു അടയാളമായിട്ടാണ് ബൈബിൾ കണക്കാക്കുന്നത്. കത്തോലിക്ക സഭയും ആ രീതിയിലാണ് കണക്കാക്കുന്നത്. കൂദാശകൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, വാക്യങ്ങളുണ്ട്, ആംഗ്യങ്ങളുണ്ട്. അതെല്ലാം കൂദാശകളുടെ ഒരു പ്രത്യേകതയാണ്. കത്തോലിക്ക സഭ കൂദാശകളെ മനസ്സിലാക്കുന്നത് തന്നെ വാക്കുകളിലൂടെയും വസ്തുക്കളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ഉള്ള ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പറയുക. കാണപ്പെടുന്ന വസ്തുക്കളിലൂടെ, വാക്കുകളിലൂടെ കാണപ്പെടാത്ത വ്യക്തിയെക്കുറിച്ചും ചൈതന്യത്തെക്കുറിച്ചൊക്കെ നമ്മോട് പറയുന്നതാണ് കൂദാശ എന്നാണ് കത്തോലിക്ക സഭയുടെ കൂദാശകളെക്കുറിച്ചുള്ള നിർവചനം തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാമോദീസായിലുള്ള സാന്നിധ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളം. എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഉദാഹരണത്തിന് ചിലപ്പോൾ ചില കത്തോലിക്കൻ്റെ അടുത്ത് വന്ന് ചില ആൾക്കാർ പറയും, അവരുടെ അറിവില്ലായ്മ കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാകാം, നമുക്കറിയാൻ പാടില്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല സാധ്യതകളുണ്ടെന്ന് നാം ചിന്തിക്കുന്നത് കുറ്റപ്പെടുത്തലാണെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾ എങ്കിലും വന്ന് പറയും, നിങ്ങളുടെ സ്നാനം ശരിയല്ല, നിങ്ങൾ ശരിക്കും വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, യേശുക്രിസ്തുവിൻ്റെ സ്നാനം അതായിരുന്നു. അതുപോലെ തന്നെ ഒരു ഷണ്ടനെ പീലിപ്പോസ് സ്നാനപ്പെടുത്തിയ കാര്യം പറയുന്നുണ്ട്, വെള്ളം ഒത്തിരി ഉണ്ടല്ലോ, വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടത്, ചില ആചാരങ്ങൾ ആണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർ അതിന് കാരണമായി പറയുന്നത് യേശുക്രിസ്തു വെള്ളത്തിൽ മുങ്ങി അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നതെന്ന് പറഞ്ഞാൽ അത് ബൈബിൾ അനുസരിച്ച് ശരിയാകണമെന്നില്ല. കാരണം ബൈബിൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു ജലത്തിലിറങ്ങി സ്നാപകൻ്റെ അടുത്ത് ചെന്നു, സ്നാപകൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ മുക്കിയാകാം, അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ചാകാം, എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇനി വെള്ളത്തിൽ മുക്കിയാണെന്ന് തന്നെ കരുതുക. എന്നിട്ട് നാം ബൈബിൾ വായിക്കുകയാണ്, യേശുക്രിസ്തു ആ പുഴയിൽ നിന്ന്, യോർദാനിൽ നിന്ന് കയറി കരയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു. ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ആണ്. അപ്പോൾ എപ്പോഴാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവോട് നിറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ അവസരത്തിലുള്ള യോഹന്നാൻ്റെ സ്നാനം കഴിഞ്ഞു യേശുക്രിസ്തു കരയിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ്
പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ മേലൊരു പ്രത്യേക അടയാളത്തോടു കൂടി കടന്നു വരുന്ന കാരണം യോഹന്നാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സ്നാനപ്പെടുത്തുമ്പോൾ നീ സ്നാനപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ, അതിൻ്റെ കോണ്ടസ്റ്റിൽ, ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് യോഹന്നാനൊരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. ഈ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുന്ന ദൈവപുത്രൻ എന്നുള്ളൊരു വെളിപ്പെടുത്തൽ വേണ്ടി കൂടിയാണത് അങ്ങനെ സംഭവിച്ചത്. യേശുക്രിസ്തു കരയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്. യോഹന്നാൻ്റെ സ്നാനവും യേശുവിൻ്റെ സ്നാനവും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. യോഹന്നാൻ്റെ സ്നാനം വെള്ളത്തിൽ മുങ്ങുന്നതാണ്. അതും വെള്ളത്തിൽ മുങ്ങുന്നത് ഒരു പ്രത്യേക അർത്ഥം തരാൻ വേണ്ടിയാണ്, പശ്ചാത്താപത്തിൻ്റെ അർത്ഥം തരാൻ വേണ്ടിയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നാനം വളരെ വ്യത്യസ്തമാണ്. അത് പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു വ്യക്തി നിറയുന്ന അനുഭവമാണ്. അതിനത് ഒരു കൂദാശയായതുകൊണ്ട് കത്തോലിക്കർ എല്ലാ കൂദാശയിലും ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. മാമോദിസായിൽ പ്രധാനമായി ഉപയോഗിക്കുന്നതാണ് ശുദ്ധമായ വെള്ളം. അതുപോലെ തന്നെ തൈലവും, വെഞ്ചരിച്ച മൂറോനും തൈലവും ഉപയോഗിക്കുന്നുണ്ട്. ആ തൈലം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അടയാളത്തിൽ നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വെള്ളമൊഴിച്ചും തൈലം പൂശിയും എല്ലാമുള്ള പ്രാർത്ഥന അത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെയാണ്. കൂദാശയായതുകൊണ്ട് തീർച്ചയായും ഒരു പ്രത്യേക രീതിയിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. മാമോദിസ സ്വീകരിക്കുന്ന ആൾ ആത്മാവ് കൊണ്ട് ശക്തിപ്പെടുന്നുണ്ട്, ആത്മാവ് ആ വ്യക്തിയിൽ വരുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ഇങ്ങനെ സ്നാനപ്പെട്ട ആൾ വ്യക്തിപരമായ രീതിയിൽ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശുക്രിസ്തുവിനെ അറിവോടും സമൂഹത്തോടും കൂടി തൻ്റെ രക്ഷകനായി പ്രഖ്യാപിക്കണം എന്നുണ്ട്. ആ കാര്യം നാം മറന്നുപോകരുത്. ശിശു സ്നാനം കൊണ്ട് മാത്രം എല്ലാമായി ശിശു സ്നാനം സ്വീകരിച്ച ഒരാൾ അയാളുടെ ഇഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പിന്നെ നിത്യമായി രക്ഷിക്കപ്പെട്ടു, അങ്ങനെയുള്ളൊരാശയമൊന്നും കത്തോലിക്കാ സഭയ്ക്കില്ല. ഒരാൾ ശിശുവായിരിക്കുമ്പോൾ സ്നാനം സ്വീകരിച്ചു, പിന്നീട് അയാൾ വളരെ അശ്രദ്ധമായ രീതിയിൽ പാപത്തിലൊക്കെയാണ് ജീവിച്ചതെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു, അല്ലെ സ്വർഗത്തിന് അവകാശിയാണെന്നൊന്നും പറയാനായി പറ്റുകയില്ല. അപ്പോൾ ശിശുസ്നാനം അയാളുടെ ഉത്തരവാദിത്വത്തിലേക്ക് അയാളെ വിരൽ ചൂണ്ടുകയാണ്. അയാൾ ബോധപൂർവം യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായും പരിശുദ്ധാത്മാവിനെ തൻ്റെ നായകനൊക്കെയായിട്ട് സ്വീകരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെല്ലാവരെയും പുതിയ സൃഷ്ടിയാക്കണമേ. യേശുക്രിസ്തുവിലൂടെയുള്ള സ്നാനം, ആത്മാവ് കൊണ്ടുള്ള സ്നാനം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.